അതിമനോഹരം. ഇവര് എന്താ ചോദിച്ചാല് ഞാൻ വണ്ടിൻ്റെ ഉള്ളിൽ ഞാൻ കിടക്കാണല്ലോ, നമ്മളതാണെങ്കിൽ ഇത്രല്ലേ ഉള്ളൂ, ഡോറ് കാര്യമൊന്നും ഇല്ലല്ലോ, ആർക്കും കൈയിടാലോ. ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ്, ഇവിടുന്ന് ഇറങ്ങണുള്ളൂ. 8:45 8:45 8:40 ആവാനായി. ഞാൻ ഭക്ഷണം രാവിലെ തന്നെ ചായ കാര്യങ്ങളൊക്കെ കുടിച്ചു, ടൈറ്റാണ്. ഇനി ഇവിടുന്ന് മേക്കേരി എന്ന് പറയുന്ന ഒരു വില്ലേജ് ഏരിയയിലേക്കും അതുപോലെ തന്നെ അടവിനയനാർ എന്ന് പറയുന്ന ഒരു ഡാം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8:45 8:45 എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ ഇറങ്ങുവാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങിയിട്ട് ഒരു 2:45 എണീക്കേണ്ടി വന്നു. എണീക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ നമ്മൾ പോവേണ്ട റോട്ടിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങി. എണീക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ഞങ്ങളെ നാട്ടിലേക്ക് 9 എന്ന് പറയും. അങ്ങനെയുള്ളൊരു ടീം. ഇവര് എന്താ ചോദിച്ചാല് ഞാൻ വണ്ടിൻ്റെ ഉള്ളിൽ ഞാൻ കിടക്കാണല്ലോ, നമ്മളതാണെങ്കിൽ ഈ എന്താ പറയാ ഷീറ്റ് മറച്ച അത്രല്ലേ ഉള്ളൂ, ഡോറ് കാര്യമൊന്നും ഇല്ലല്ലോ, ആർക്കും കൈയിടാലോ. ഞാൻ വണ്ടിൻ്റെ ഉള്ളിൽ കിടക്കുക. ഞാൻ ഷർട്ട് കഴിച്ചിട്ടില്ല, സാധാരണ പാൻറ് അങ്ങനെ ഇട്ട് കിടക്കാറില്ല, പാൻറ് ഞാൻ കഴിക്കാറുണ്ട്. പാൻറ് കഴിച്ച് ഞാൻ ഒരു ട്രൗസറിലാണ് കിടക്കുന്നത്. അപ്പൊ ഒരു കൈ വന്നിട്ട് എന്റെ കാലുമ്മ കൂടെ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പാസ്. ഞാൻ വല്ല പാമ്പാണ് ഇത് കൊടുത്തൊരു ചവിട്ടിയോ, ഒരൊറ്റ ചവിട്ടാ അത് സൗണ്ട് കിട്ടും, ഒരു മനുഷ്യന്റെ സൗണ്ട്. ഞാൻ വല്ല പാമ്പോ എന്തൊരു ജന്തുക്കളാണെങ്കിൽ അറ്റ കോഴിക്കോട്ടേക്കുള്ള ചവിട്ടാണ്. ഉറക്കത്തിലാണല്ലോ ഞാൻ. പുലർച്ചെ 2:45 പറയുമ്പോ നമ്മൾ നല്ല ഉറക്കായിരിക്കും. ആ ഉറക്കിലാണ് സംഭവിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, ഈ ആള് വണ്ടിയിലുള്ള കൈയിടുകയാണ്. പിന്നെ ഇത് കണ്ട ഞാൻ ഇച്ചങ്ങട്ട് ഈറടിച്ചിട്ട്, നമ്മളാണ് ഉറക്കിന്റെ പ്രാന്ത് കൂടിയുണ്ട്, നമുക്കട്ട് ഈറടിച്ചിട്ട് ഞാൻ നല്ല ചൂടായി. ആള് കുറെ സോറിയൊക്കെ പറഞ്ഞ് പിന്നെ എനിക്കിന്റെ ഉറക്ക് പോയി. കാരണം എന്താ വെച്ചാൽ ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞതല്ലേ. അപ്പൊ പിന്നെ ഇയാളെങ്ങാനും ഞാൻ ഇനിയും ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി തരുമോന്ന് കരുതിയിട്ട് ഒരു പേടി എന്ന് പറഞ്ഞാൽ പണി തരിക എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിനാവില്ല. നമ്മളുടെ എന്തെങ്കിലുമൊക്കെ സാധനം അയാൾ എങ്ങനെയൊക്കെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോ ഈ 2:45 എണീറ്റതാണ്. അപ്പൊ ഇനിയൊരു ഉറക്കം ഉറങ്ങുമ്പോ നമ്മളുണ്ടല്ലോ, എണീറ്റ് ഉറങ്ങുമ്പോ വീണ്ടും നല്ല ആയത്തിൽ നമ്മൾ ഉറങ്ങും. അപ്പൊ അതുകൊണ്ട് ഞാന് അത് ഉറങ്ങാൻ വേണ്ടി പറ്റണില്ല. പിന്നെ പുലർച്ചെ ഒരു 4 മണി വരെ സ്റ്റാൻഡിന്റെ ഉള്ളിൽ പുതച്ച്, അത് എന്റെ പുതപ്പ് കൊടുത്ത് ഞാൻ പുതച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്കാണ് പിന്നെ ഞാൻ ഉറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്കാണ് ഞാൻ ഉറങ്ങുന്നത്. ഈ 4 മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ എണീക്കണത് 7 മണിക്കാണ്. കാരണം പിന്നത്തെ ഉറക്കുന്നൊക്കെ അറിയാലോ, നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുന്നത്. ഏതായാലും അങ്ങനത്തെ ഒരു അനുഭവം ഇന്നലെ ഉണ്ടായി എന്ന് പറയാം. അത് എന്താ പറയാ, ഓരോ നാട് ഓരോ തരത്തിലല്ലേ. ഈ തെങ്കാശി ബസ് സ്റ്റാൻഡിൽ ഫുള്ള് അവരാട്ടോ, അവരുടെ ഒരു ഏരിയ ആണ്. അധികം ആൾക്കാരൊന്നുമില്ല, ഒരു 3-4 ആൾക്കാരാണ്. പക്ഷെങ്കിൽ ഓലിങ്ങനെ അമ്മോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് ആൾക്കാർ പോലെ പിന്നാലെ. എന്താണ് ഇവിടെയൊക്കെ ഫുൾ ടൈം കാറ്റാണ് കേട്ടോ. രാത്രി നമുക്ക് കിടന്നുറങ്ങാൻ പോലും നല്ല വൈബാണ്. ഇപ്പോഴും നല്ല അടി അടിക്കുന്നുണ്ട്. രാത്രി കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമാണ്. പക്ഷെങ്കിൽ വണ്ടിന്റെ കർട്ടന് താത്തിയിടണം, എന്നാലാവോ. വേണ്ട ഒരമ്മ കൈ കാണിക്കുന്നത്. എന്നോട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടൊക്കെ ആര് ചോദിച്ചിരുന്നു, ആരെങ്കിലൊക്കെ ടാക്സി ആണെന്ന് കരുതി കൈ കാണിക്കലുണ്ടോ. ഒരുപാട് പേര് കാണിക്കാറുണ്ട്. ഞാൻ പിന്നെ അത് പറയാറില്ല തന്നെ ഉള്ളൂ. ഒരുപാട് പേര്. ശരിക്കും ഞാന് ഇതൊരു കള്ള ടാക്സി ആയിട്ട് ഇങ്ങനെ പോണ വഴിക്ക് ആളെയും കഴിച്ച് പോവുകയാണെങ്കിൽ എനിക്ക് എണ്ണ അടിക്കണേക്ക് ഒരു 10-100 റുപ്യൊക്കെ എനിക്ക് ലൈനിൽ നിന്ന് കിട്ടും. അതിനുള്ള ആളുകൾ ലൈനിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കുറച്ച് ഡീസൽ അടിച്ചാലോ. ഞാനിപ്പോ പൈസ പറഞ്ഞാണ്ട് വണ്ടിക്ക് അടിച്ചിട്ടുണ്ട്. പൈസ പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു 300 രൂപ 400 രൂപ എന്ന് പറഞ്ഞാണ്ട് വണ്ടിക്ക് അടിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ അടിക്കുന്നത്. എൻ്റെ ഇതില് എണ്ണ ഉണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്. ഒരു 350 റുപ്യക്ക് ഞാൻ കുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്നെ കുത്താതെ കണ്ട് ഇതിലെ വല്ല ബൈക്കും വരാവാ ചറാറാണ്. ഓക്കെ, 350 റുപ്യക്ക് അടിച്ചു. ഏതാണ്ട് ഒരു
ഫുൾ ടാങ്കിന് ഒരു ടാങ്കിന്റെ കമ്മിയിൽ നിൽക്കുകയാണ്. അതായത് 3/4 ടാങ്ക് എണ്ണ ആയിട്ടുണ്ട്. ഞാനിപ്പോ അങ്ങനെ അടിക്കലുണ്ട് വണ്ടി കേട്ടോ, പൈസ പറഞ്ഞാണ്ട്. അല്ലാതെ ഫുൾ ടാങ്ക് എന്ന് അടിക്കുവാണെങ്കിൽ അത് പുറത്തേക്ക് കണ്ടമാനം പോകും. ഇതിലൊക്കെ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. റോഡേ കുറച്ച് ചെതലുന്ന ടൈപ്പ് മോഡൽ റോഡുകളാണ്. ഈ റോഡ് അങ്ങനെ പോയാൽ തന്നെയല്ല അച്ചൻകോവിൽ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ് തന്നെയാണെന്നാണ് കരുതുന്നത്. തന്നെയാണ് അച്ചൻകോവിലൊക്കെ പോകുന്നത്. അതായത് നമ്മുടെ കേരളത്തിലോട്ട് പോവാം. ഞാൻ കേരളത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, കൊല്ലത്തിനോട് അല്ലേ, കൊല്ലത്തിനോട് അടുത്തുകൊണ്ടിരിക്കുവാണ്. വാവ്, വലിയൊരു പർവ്വതം വെസ്റ്റേൺ ഗാർഡ്സ്, അതിന്റെ മുകളിൽ ക്ലൗഡ് ബെഡ്. ഇതന്നെയാണ് കേട്ടോ നമ്മൾ വരണമെന്ന് കരുതിയ സ്ഥലേ. കാരണം പ്രത്യേകിച്ചുള്ള വലിയ സംഭവമൊന്നല്ല, വില്ലേജ് ഏരിയ ആണെന്ന് തന്നെ ഉള്ളൂ. പക്ഷെ എന്നാലും ദുബായിയൊക്കെ ഒന്ന് പോവാ എന്നുള്ളതാണ്. ഇത് താഴത്തു കൂടെ പോയ ഡാമാണേ. അത് അച്ചൻകോവിലേക്ക് എത്തും നമ്മള്. അച്ചൻകോവിൽ കുറച്ച് ദൂരം പോവാം, കുറച്ച് ദൂരം പോയിട്ട് വരാം. അല്ലാതാണ് നമ്മള് അങ്ങനെ പോയി മലമക്കാവ് എത്താം. മേക്കരയിൽ നിന്ന് കാണുന്ന ഈ ഒരു വ്യൂ ആണ് പ്രധാനം. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോ മേലെ കൂടെ ആ ഒരു പുക പോകുന്നതും മലനിരകളും അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുകയാണ് എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. നല്ല പ്രകൃതി ഭംഗിയാട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല പ്രകൃതി ഭംഗിയാണ്. ഈ ഒരു മലന്റെ ചോട്ടിലെത്തി നമ്മളെങ്ങന്മാരെ, മലന്റെ ചോട്ടിക്ക് എത്തി. ആഹാ, അതും കൂടി തെങ്ങൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടാ. ചെറിയ ചായക്കട കൊള്ളാം. ഇനി ഞാൻ ഇവിടുന്ന് തിരിക്കുവാണേ. നമ്മൾ പോയപ്പോ കണ്ട ചെറിയൊരു വഴിയുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് തിരിയണം എന്ന് പറഞ്ഞ ആ ഒരു വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. ഓ എന്താ പൊന്നളിയാ, എന്താണ് ഈ കാണുന്നത്? അതിമനോഹരം. ബ്യൂട്ടിയാണേമാരെ, വല്ലാത്തൊരു ബ്യൂട്ടി. നമുക്കൊന്ന് ഇറങ്ങിയാലോ, വണ്ടി നിർത്തിയാണ്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് ഇറങ്ങാം. എന്താ അല്ലേ വൈഭോഗ്യങ്ങള്. അപ്പുറത്തെ ആ ഒരു മലനിരകളും ഈ തെങ്ങും താഴെ നെല്ലും അതിന്റെ നടുവിലൂടെ പോകുന്ന റോഡും എല്ലാം ഒന്നിനൊന്നും മെച്ചം. കൊള്ളാട്ടകളി പൊന്നടവേ. കാറ്റ് എന്നൊക്കെ പറഞ്ഞ പെരും കാറ്റാണ് അവിടെ, നല്ല കാറ്റ്. പക്ഷെ എങ്കിലും ഇങ്ങോട്ട് നോക്കി എന്താ അതിൻ്റെ ഒരു ഭംഗി. ഓ ഈ കാണുന്നത് നെല്ല്, അതാണെങ്കിൽ വേറെ നിൽക്കണ നെല്ല്. അടുത്തൊരു ലൈനിലേക്ക് വരുന്നത് മലനിര പച്ചപ്പ്, അതിന് ആകാശം കാർമേഘം, അതിന് എല്ലാ പാട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുക. എൻ്റെ ചെങ്ങായിമാരെ, ഇവിടെ കുറച്ച് നേരം ഞാൻ നിൽക്കൂട്ടോ. ഇതൊരു ആംബിയൻസ് ഏരിയയാണ്. ഓ അവിടെ ആണെങ്കിൽ കാള കൂട്ടുവാണോ എന്താണോ ഒരു ചെയ്യണം അറിയണല്ലോ. ഞാൻ അവിടേക്ക് പോകണില്ല, ഇതിലെങ്ങനെ വേണമെങ്കിൽ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ ഇതൊരു ഭംഗിയോ. ഇതൊന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ വേണ്ടി കഴിയില്ല കേട്ടോ. ഡാം ഏതാണ്ട് അവിടെ എങ്ങനെ ആയിട്ടാ, എത്ര ദൂരമുള്ളൂ ഡാമിക്ക്. ഇതാ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കണ്ട. ആ ഈ ഒരു ഫ്രെയിമിൽ നമ്മുടെ വണ്ടി, ഈ ഫ്രെയിമിൽ ഞാനും ഉണ്ടായിക്കോട്ടെ അല്ലേ. കണ്ണുക്ക് വെയിൽ സൂര്യൻ. ആ കൊള്ളാം കൊള്ളാം. എന്താ നമ്മളുടെ കയ്യില് ഒരു ഡ്രോൺ കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ ഒരു ഭംഗി നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ കാണാറുണ്ട്. വെറും വൈക്കോലാട്ടോ, നെല്ലില്ലട്ടോ അതില്. നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാണോ ഡൗട്ട് ഉണ്ട്. കാറ്റടിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്നൊക്കെ അറിയാം. ഇത് ഭയങ്കര കാറ്റാണ് തമിഴ്നാടിന്റെ ഈ ഒരു ഏരിയയിലേക്ക്. എന്താ ഇപ്പൊ കാട്ടുന്നത്? ഡാമിന്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ ഏതാണ്ടൊക്കെ വലിയ ദൂരമൊന്നും ഇല്ല അപ്പല്ലേ. ഒരു 1.5 കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പ് കാണിക്കണത്. 1.5 കിലോമീറ്റർ കൂടി പോയാൽ അടിപൊളിയാവും. അപ്പൊ ആ ഒരു തെങ്ങൊക്കെ ഇങ്ങനെ കാറ്റ് കൊണ്ട് വിളയണ കാണില്ല നിങ്ങള്, തെങ്ങിന്റെ വലൊക്കെ ഒരു ഭാഗത്തിട്ട്. അതാ പറഞ്ഞേ, ആ കാണുന്നതേ ഡാമോ. അതിലെങ്ങനെ വെള്ളം വരും കേട്ടോ, വെള്ളം വരുന്ന ഗ്യാപ്പുണ്ട് നിങ്ങള്. അതിൽ തമിഴ്നാട്ടിലെ തെങ്കാശിയില് എന്താ പറയാ, ഹനുമാനദി നദിക്ക് കുറുകെയാണ് ഈ ഒരു അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്.
ഇത് തികച്ചും ജലസേചനത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് കേരളത്തിന്റെ അതിർത്തിയിലെ പശ്ചിമഘട്ടത്തിൽ കേരളത്തിന്റെ അതിർത്തിയിലുള്ളൊരു അണക്കെട്ടും കൂടിയാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതെങ്ങനെ പോവാം. അപ്പൊ ആ പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ വേണ്ടി പറ്റിയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കുളിയൊന്നും ഇല്ല. അപ്പൊ ആരും അങ്ങോട്ട് ഇറക്കുന്നില്ലോണ്ട് നിയന്ത്രണം വന്നോണ്ട്. അതിലെ ഡാം വെള്ളം ഏറിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ വരും വെള്ളം, അങ്ങനെ ചാടും. അത് ഇതിലെങ്ങനെ നെൽകൃഷിയിലേക്കൊക്കെ വെള്ളം കിട്ടും. അതായത് ഇവിടെ നെൽകൃഷി ചെയ്യുന്ന ആളുകളാണല്ലോ കൂടുതല്. അപ്പൊ അവർക്ക് വെള്ളത്തിന്റെ ആവശ്യം വന്നാലൊക്കെ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടും എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും കൊള്ളാല്ലേ. 1996 ഈ ഒരു അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഈ അണക്കെട്ടിന്റെ താഴത്തേക്ക് ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ കലക്ടറുടെ പ്രത്യേക നിർദ്ദേശം കൊണ്ടാണെന്ന് തോന്നുന്നു അവിടേക്ക് ഇപ്പൊ അനുമതി ഇല്ലാത്തത്. ഇവിടേക്കും ഞാൻ അനുമതി ഇല്ലല്ലോ. ഇവിടേക്ക് പോയിക്കൂടെ? ഇവിടേക്ക് പോവാം. റോഡ് നമുക്ക് ഇതിലൊന്ന് പോയോക്കാം. അണക്കെട്ട് കണ്ടില്ല. അണക്കെട്ട് അവിടെ കുളിക്കാനൊക്കെ വേണ്ടി പറ്റിയിരുന്നു. ഇപ്പൊ കുളിയൊന്നും ഇല്ല കേട്ടാ. അതായത് ഇതുവഴി നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളിവിടെ തിരിക്കുവാണ്. ആഹാ, നെൽപ്പാടൊക്കെ കണ്ട് മടുത്താ. നമ്മള് തേയിലപ്പാടത്തേക്ക് പോയ പിന്നെ ഉള്ളു തേയില. എന്താ പറയാ, പല ഗുഹകള് കയറാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വെറും ഗുഹകള് എന്നതുപോലെ ഇത് നെൽപ്പാടങ്ങള്. ഇപ്പൊ ഇവിടുത്തെ ആളുകളൊക്കെ ഈ വരുന്ന കനാലിൽ നിന്നാട്ടോ കുളിക്കുന്നത്. അവിടെ ആളുകളൊക്കെ കുളിക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊരു സൈലന്റ് ആട്ടെ, ഞാനൊന്ന് കാണട്ടെ. കൊള്ളാല്ലേ, അടിപൊളി. നല്ല പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കിടക്കുന്ന ഒരു ഡാം തന്നെയല്ലടാ. വെറുതെ അല്ല ഈ സിനിമാക്കാർക്ക് തെങ്കാശി ഇത്രയും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിയത്. ഇവിടുത്തെ ഈ ഒരു ഭംഗി തന്നെയാണ് അതിന്റെ കാരണം. എന്നാ പിന്നെ ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിന്നും ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ആഹാ, ഇവിടെ കണ്ട എല്ലാവരും വന്നിട്ട് ആദ്യം ഇവിടെ എന്തായാലും വണ്ടി നിർത്തുവേ. ഇവിടെ നിർത്തി പോവുകയാണ് നമ്മള്. ഇവിടെ കാണുമ്പോ നമ്മൾക്ക് എന്തായാലും നിർത്തും. ഇപ്പൊ മലയാളികളാണ്, KL വണ്ടികളാണ്. KL വണ്ടികൾ തന്നെ നിർത്തുള്ളൂ കേട്ടോ. കാരണം മലയാളികൾക്കാണുള്ളത് ഒന്നും കൂടി നമ്മളടുത്ത് ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ യാത്ര കൂടുതലായിട്ട് ആസ്വദിക്കുന്ന ആളുകള് നമ്മൾ മലയാളികളാണ്. അതായത് ഇവിടെ നിന്നാണ് തിരുമലൈക്കോവിലേക്ക് തിരിയുക കേട്ടോ. തിരുമലൈക്കോവിൽ, ഞാൻ തിരുമലൈക്കോവിലേക്ക് തന്നെ തിരിയുന്നത്. തിരുമലൈക്കോവിൽ ബേസ്മെന്റ് പാർക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് അതിന്റെ ഉള്ളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ മേലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കൊണ്ടുപോകാം. പിന്നെ പടികൾ കയറിയിട്ട് വേണം അങ്ങനെ പോവാം. ഞാൻ പടികൾ കയറിയാണ്. ആ കാണുന്ന മലയുടെ മുകളിലാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത്. അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതിലെങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് പോകണം. ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഞാനപ്പോൾ ക്ഷേത്രത്തിൽ പോയി പോകുന്നു കേട്ടോ. വീഡിയോ എടുക്കണമെന്ന് കരുതിയില്ല. പക്ഷെ എന്നാലും ഞാൻ ക്യാമറ കയ്യിൽ കരുതിയായിരുന്നു. കാരണം ഹൈറ്റിലായതുകൊണ്ട് അവിടെ താഴത്തേക്ക് നോക്കുമ്പോൾ വ്യൂ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പോകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റെപ്പ് കയറിയാണ് പോകാനുള്ളത്. ഏതാണ്ട് 1125 സ്റ്റെപ്പ് കയറാണ്ട്. സ്റ്റെപ്പ് കയറിപ്പോയി വണ്ടി പോകും. വഴിയും ഉണ്ട് കേട്ടോ. അങ്ങോട്ട് മേലെ ചെന്നപ്പോൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ എമ്മ വ്യൂ, അടിപൊളി വ്യൂ. താഴത്തേക്കോട്ട് നോക്കുമ്പോൾ പച്ചങ്ങനെ വിരിഞ്ഞ് കിടക്കുവാണ്. അതുപോലെ തന്നെ നല്ല കാറ്റാണ്. കൊടുങ്കാറ്റ് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്, പെരുംജാതി കാറ്റ്. അങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ മരങ്ങൾ കാര്യങ്ങളും അതുപോലെ തന്നെ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ മലനിരകൾ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ വീഡിയോ ഒന്നും വല്ല അടുത്തില്ല, എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇനി ഉണ്ടാവില്ല. പേരെന്താ? അനീഷ് അല്ലേ? ഓക്കെ. അങ്ങനെയൊക്കെ അടിപൊളി ആയിട്ടുള്ളൊരു ക്ഷേത്രം. എന്തായാലും കൊള്ളാം. ഞാനത് കാണിക്കണം കരുതിയല്ല, പക്ഷേങ്കിൽ ഏതായാലും പോയ സ്ഥിതിക്കൊന്ന് കാണിക്കാം എന്നാണ് കരുതിയത്. കൊള്ളാം, നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെങ്കിൽ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, തെങ്കാശി വരുമ്പോൾ എന്തായാലും ഒന്ന് വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതിൽ എന്താ പറയുക, മതം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആർക്കും വരാം എന്നുള്ളതാണ്. കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളെത്രയോ വ്യൂ പോയിന്റുകളൊക്കെ പോയി കാണുന്നു. അതുപോലെ തന്നെ അവിടെ പോയിട്ട് ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്തുനിന്ന് ആ ഒരു വ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മുതലാവും. വണ്ടി പോകും, നടന്ന് കയറുന്നില്ല. ഞാൻ പിന്നെ ഈ വണ്ടി ആയതുകൊണ്ട് കയറ്റില്ല എന്നുള്ളൂ. എന്നാൽ പിന്നെ ഇനി ഇവിടുന്ന് തെറിക്കുക. സമയം 11 മണി 12 മണിയായി. അപ്പോൾ ഇന്ന് കുക്കിങ്ങൊന്നും നടക്കില്ല. ഇന്ന് കുക്കിങ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചില്ലറ കഴിച്ചിട്ടൊക്കെ അങ്ങനെ മൂവാകാൻ നോക്കാം. മലയാളികളെ കൊണ്ടേ ഒന്നും തല്ലുവാണ്. അതൊക്കെ മലയാളികളാട്ടാ. മലയാളികളെ കൊണ്ട് ഒന്നും തല്ലുവാണ് അവിടെ. ഇത്രങ്ങാനും മലയാളികളാ
അമ്മേ ചെക്കനിപ്പ തന്നെങ്കിലും ഭഗവാനെ. ഇനി ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ പോണം തെങ്കാശിയിലേക്ക് കേട്ടോ. തെങ്കാശിയിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് 14 കിലോമീറ്റർ പോന്നിട്ടാണ് ഇവിടുത്തെ ഡാമും ഇവിടുത്തെ ഈ കാഴ്ചയൊക്കെ കണ്ടത്. കള്ള പനം കള്ള പനങ്കല്ല് അത് തലപ്പിടിച്ചോ? തല ரொம்ப പിടിച്ചില്ല. അതാണ്ട ഇത് മതി. ഇതിലെന്താ വെള്ളല്ലേ? കള്ളുണ്ട് വെള്ളമുണ്ട്. എനിക്ക് വെള്ളം മതി, കള്ളു വേണ്ട. അവന്റെ മക്കളെ എന്താ ഇവിടെ തെങ്കാശിയില് ക്ഷേത്രത്തിന്റെ അടുത്ത് ഉള്ളൊരു ഏരിയയിലാണ് ഞാൻ. അവിടെ പറയുകയാണെങ്കിൽ എന്തൊരു തിരക്ക് അവിടെ അറിയാം. ആൾക്കാരാണെങ്കിൽ ആൾക്കാർ വരിക നടക്കണില്ല, വണ്ടികൾ ആകെ ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല. ഇതാണ് ക്ഷേത്ര ഗോപുരൊക്കെ. ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയല്ലേ. ഓ മൈ ഗോഡ്. അതെന്റെ മക്കളെ എങ്ങനെ ഇതൊക്കെ കാണാതെ പോവുക നമ്മള്, അതാണ് പ്രശ്നം. ഇത് ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് കേട്ടോ. പരാക്രമ പാണ്ഡ്യൻ എന്ന് പറയുന്ന രാജാവാണ് നിർമ്മിച്ചത്. എന്താ അല്ലേ, അടിപൊളി ഗോപുരമാണ്. ഇപ്പോൾ നടയൊക്കെ അടിച്ചിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് കാണിക്കണം എന്ന് കരുതിയതല്ല, പക്ഷേങ്കിൽ ഞാനിതിൻ്റെ ഒരു ഹൈറ്റും ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ തികച്ചും തമിഴ് വാസ്തുവിദ്യയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. ഇത്രയും ഭംഗി ക്ഷേത്ര ഗോപുരം കാണാൻ വേണ്ടി. ഇപ്പോൾ പുതിയ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് വന്നു. ഏതാണ്ട് 180 അടി ഹൈറ്റ് ഘട്ടത്തിന് കലാപരമായിട്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്, ഗോപുരമാണ്. 1990-ലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പണി തീർന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ മധുര നായ്ക്കർ അവരും തന്നെ എന്തൊക്കെയോ ഒരു ചെറിയൊരു കൂട്ടിച്ചേർക്കലുകളൊക്കെ ഇതിലുണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ പോവുകയാണ്, നിൽക്കുന്നില്ല, പോവാം നമുക്ക്. ഇവിടെ റോഡ് വീതി കുറവുണ്ടായിട്ടേ സിഗ്നൽ വെച്ചേക്കുവാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണല്ലോ, അപ്പോൾ നമുക്ക് സിഗ്നൽ കാണാം. അപ്പോൾ റെഡ് സിഗ്നൽ കത്തിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ വെറുതെ വണ്ടി കൊണ്ട് പോകരുത് കേട്ടോ. കാരണം ഇവിടെ റോഡ് വീതി കുറവായതുകൊണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്നുണ്ട് വണ്ടികൾ. ഇപ്പോൾ നമ്മുടെ സിഗ്നൽ അവിടെ ഓൺ ആയതാണ്, ഞാനപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ഇത് നമ്മളെ സിഗ്നൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ കട്ടാവും. അപ്പോൾ നമ്മളിവിടെ ലൈനിൽ കിടക്കും, എന്നിട്ട് ഇവരങ്ങനെ പോകും. അങ്ങനെയാണ്. 4 ജംഗ്ഷനോ ഒരു 3 ജംഗ്ഷനോ അല്ല, ഈ റോഡ് തന്നെ ഉള്ളൂ. റോഡ് വീതി കുറവാണ്, അതാണ് പ്രശ്നം. തെങ്കാശിക്ക് റോഡ് വേണം കേട്ടോ. റോഡിന്റെ വിഷയം നന്നായിട്ടുണ്ട് ഇവിടെ. ഇവിടുത്തെ ജിലേബി ആണെന്ന് പറഞ്ഞിട്ട് തന്നെ പൊട്ട് തരികയാണ്. താങ്ക് യു ബ്രോ. ഞാൻ ഇവിടുത്തെ ശരി ബ്രോ. ഇവിടുത്തെ ഒരു ടൈപ്പ് ജിലേബി. ഞാനേ ഇവിടെ ഈ കണ്ടങ്ങൾ ഒരു ചർച്ച കണ്ട. ഇന്നലെ ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. എന്ത് പരിപാടിയാണെന്നുള്ളത്. ജിലേബി നമ്മളെ ജിലേബിൻ്റെ അത്ര പോരട്ടോ. ഒരു പുട്ട ജിലേബി. നാളികേരല്ല, ചകിരിയാണ് കൊണ്ടുപോകണം. ചകിരിയാണ്. ഇതിലെ പോയിട്ട് ഇവിടെ ഇന്നലെ ഞാനെനിക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റിയില്ല. അത്രയും തിരക്ക്, ബ്ലോക്ക്, ആകെ ടൈറ്റ് ആയിരുന്നു. ഇത് ഇവിടെ തിരുവിള, അതായത് ഒരു പ്രാർത്ഥനയായിരുന്നു. ഞാൻ പറഞ്ഞത് അവരെന്നോട്, ഞാൻ അവിടെ ചോദിച്ചപ്പോൾ, കടയിൽ ചോദിച്ചപ്പോൾ. അപ്പോൾ 10 ദിവസം നീണ്ടു നിൽക്കുന്നൊരു പ്രാർത്ഥനയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റത്തെ ദിവസം വരെ ഒരു കൊടി ഉയർത്തും, 10ാമത്തെ ദിവസം പ്രോഗ്രാം കഴിയുമ്പോൾ കൊടി താഴ്ത്തും. അങ്ങനെയാണ് അവിടെ രൂപക്കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു ചർച്ച തന്നെയാണ് കേട്ടോ. കയറിയാലോ? ഒന്ന് കയറി നോക്കാം. ഞാനൊന്ന് കയറി ഇറങ്ങിയതാണ്. അതാണ് ചർച്ചിൻ്റെ ഉള്ളു കേട്ടോ. ഉള്ളാലേ ഇങ്ങനെ പോകാൻ മതി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഏതാണ്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന ആയിരുന്നു. അതിൽ 10 ദിവസമായിട്ട് അവിടെ നിൽക്കുന്ന ആളുകളുണ്ട്. ഈ പ്രാർത്ഥന 10 ദിവസം പങ്കെടുത്ത ആളുകളുണ്ട്. അപ്പോൾ അവിടെ അന്നദാനമുണ്ട്. ഈ 10 ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണമുണ്ട്, അന്നദാനം. ഇപ്പോൾ നടക്കുന്നുണ്ട് അന്നദാനം. അപ്പോൾ അവരെ എന്താ ഭക്ഷണം ചോദിച്ചു ഞാൻ. അപ്പോൾ എന്നോട് വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേങ്കിൽ ടൈം ആവും, കുറച്ചുകൂടി ടൈം എടുക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാറുണ്ട്. നല്ല ആടും അതുപോലെ തന്നെ റൈസും ആണെന്നാണ് പറഞ്ഞത്. അതൊക്കെ അവർ തന്നെ കൊണ്ടുവരുന്നതാണെന്നും പറഞ്ഞു. അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. എല്ലാ വർഷവും നടക്കാറുണ്ടെന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ് ദിവസം കൊടി ഉയർത്തും, അവസാന ദിവസം കൊടി താഴ്ത്തും. അതുകൊണ്ടായിരിക്കും ഇന്നലെ പടത്തിലാണ് പാസ്സായി പോകാനേ നല്ല തിരക്കാർന്ന് പറഞ്ഞാൽ നല്ല തിരക്കാർന്നു. വണ്ടി കുറേ ബാക്കിൽ കൊണ്ടുപോയിട്ടേക്കുവാണ്.
അങ്ങനെയെങ്കിൽ തെങ്കാശിയിൽ നിന്നും ഞാൻ വിട പറയുകയാണ്. ഞാൻ ഇനി പോകുന്നത് തൂത്തുക്കുടിയിലേക്കാണ്. തെങ്കാശിയിൽ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ടുവന്നല്ല, ഓരോ സ്ഥലവും ഒരു സമുദ്രം പോലെയാണ്. അതായത് മേൽപ്പരപ്പിലെ കാഴ്ചയുമുണ്ട്, അടിത്തട്ടിലെ കാഴ്ചയുമുണ്ട്. നമ്മൾ തെങ്കാശിയിലും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പോയതിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മേൽപ്പരപ്പിലെ കാഴ്ചകൾ മാത്രം കണ്ടാണ് നമ്മൾ മടങ്ങുന്നത്. ഇനി ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെങ്കാശിയുടെ അടിത്തട്ടിലെ കാഴ്ചകളിലേക്കും നമ്മൾ ഇറങ്ങി ചെല്ലണം. തെങ്കാശി ഇനിയും ഞാൻ വരും, കാരണം തെങ്കാശി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. തെങ്കാശി ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഇനി ഞാൻ വരുന്നത് എൻ്റെ ഫാമിലിയായിട്ടായിരിക്കും. ഫാമിലിയായിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് തെങ്കാശി എന്ന് പറയുന്നത്. ഭക്ഷണം പാകം ചെയ്യാം നമുക്ക്. ടൈമില്ല, 1 മണിയായി. നമ്മൾ സാധാരണ 11 മണിക്കൊക്കെ തുടങ്ങുന്നതാണ്. ഇപ്പൊ നമ്മൾ ബുക്കിംഗ് തുടങ്ങിയാൽ 2:30 ആവും. 2:30 ആയിട്ട് പിന്നെ നമ്മളവിടെ 100 കിലോമീറ്റർ എത്തും എന്നുള്ളതാണ് എനിക്ക് സംശയം. അപ്പൊ ഞാന് എന്താ ചെയ്യേണ്ടെന്ന് കൺഫ്യൂഷനാണ്. കാരണം ഞാൻ ഇന്ന് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ നാളെ എത്തുക പകലിലായിരിക്കും. നോക്കട്ടെ, ആലോചിക്കട്ടെ കേട്ടോ. ഒരു റെഡ് സാൻഡിൽ ഏരിയ. അപ്പൊ ഇവിടെ നല്ല മരങ്ങളുണ്ട്. ഇവിടെ കുക്കിംഗ് നടത്താം എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടുന്ന് കുക്ക് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി പാകം ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാം. നല്ലൊരു ഏരിയ കേട്ടോ. അതായത് ഉള്ളിയും തക്കാളിയും വാട്ടുക, മുട്ട ഉണ്ടാക്കുക, അത്ര മാത്രമേ ഇന്നത്തെ നമ്മുടെ പരിപാടിയുള്ളൂ കേട്ടോ. ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ടൊക്കെ ആയി യാത്ര. ഇനിയിപ്പോൾ തൽക്കാലം ഞാൻ വാങ്ങണില്ല, ഞാൻ മറന്നാണ്. ഇതൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. നമ്മൾ യാത്രക്കായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ടല്ലോ, അതുള്ളതാണ്. ഇപ്പോൾ തൽക്കാലം ഇത് മതി. ഒക്കെ ഉള്ളി തക്കാളി റോസ്റ്റ് മുട്ട. അപ്പോൾ ഇത് ചെറിയ പരിപാടി, അല്ലെങ്കിൽ എന്നും ചെറിയ പരിപാടി തന്നെയാണ്. എന്നാലും ചെറിയ പരിപാടി നടക്കുള്ളൂ മക്കളെ. നമുക്ക് ബുറ വിടാൻ വേണ്ടി പറ്റില്ല ഈ വണ്ടിയെ. നോക്കുമ്പോൾ പോകാൻ പറ്റും. അതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞ ട്രിപ്പാണ് ഞാനത്. അതിൻ്റെ മേലേക്ക് നീളാൻ വേണ്ടി പാടില്ല. നീളണേനല്ല, നമുക്ക് നാട്ടിൽ പോയിട്ട് വണ്ടി വരണ്ടേ, ഓട്ടോറിക്ഷ വരണ്ടേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടേ. തെങ്കാശി തിരുനെൽവേലി റോട്ടിലാണ് നമ്മളുള്ളത്, ഹൈവേയിലാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് ഇപ്പം നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് 96 കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇന്നെത്താൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയ തന്നെ വേണം. വലിയൊരു ഉറപ്പില്ല, എത്തുവാണെങ്കിൽ എത്തട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുനെൽവേലിയുണ്ടോ, തിരുനെൽവേലിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് നിർത്തണം. നമ്മൾ കുറെ നേരമായില്ല റണ്ണിങ് തുടങ്ങിയിട്ട്. നമ്മുടെ വണ്ടി ഒന്ന് ചൂടാക്കണം. 1 മണിക്കൂറായി, 1 മണിക്കൂറിൽ കഴിഞ്ഞു. പിന്നെ ഇവരുടെ മറ്റൊരു പരിപാടി, അപ്പോൾ അത് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ റോഡിന്റെ നടുക്ക് തന്നെ ഇങ്ങനെ ഒരു പന്തലിടും. വിജയ് വരുന്നുണ്ടോ? വിജയ് പുറത്തേക്ക് പോയതിന് ക്ഷീണം തരൂരിക്കാർക്ക് ഇതുവരെ മാറിയിട്ടില്ല. അല്ല, എന്തായാലും എന്തോ പരിപാടി അവിടെ ഉണ്ട്. തിരുനെൽവേലി ഹൽവ നല്ലത്.
തിരുനെൽവേലിയാണല്ലോ നമ്മളുള്ളത്. തിരുനെൽവേലിത്തെ ഹലുവ തിന്നണം ശരിക്കും. പക്ഷേങ്കിൽ നമ്മൾ വരുന്ന വഴിയിലാണ് ഫേമസ് ആയിട്ടുള്ള ഒന്നുള്ളത്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടതും. അവിടെ നിന്നാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാകെ 2-3 മണിക്കൂർ ഉണ്ടാവുള്ളൂ. വൈകിട്ട് 6:30-ക്കാണ് തുടങ്ങ കട തുറക്കുക. അപ്പോൾ ഞാൻ വരുന്ന വഴിയിലാണ്. ഇവിടുന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ബാക്കിലാണ് ഉള്ളത്. വരുന്ന വഴിയിലാണ് കുടിക്കാൻ. ഞാൻ ഇവിടുന്ന് കണ്ടപ്പോൾ ഒരു ആപ്പിൾ വാങ്ങിയ. വെറുതെ വണ്ടി ചൂടാറാൻ വേണ്ടി തന്നു. ആ കൊടുത്ത് ഒരാപ്പിളൊക്കെ തന്നു. വിൻഡ്മില്ലിന്റെ ഗോഡൌൺ പോലത്തെ ഒരു ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ ഇവിടെ സ്ഥാപിക്കാൻ തന്നെ അവിടെ അടുത്തിടയിലും വലിയൊരു ക്രെയിനും ഉണ്ട് അവിടെ. കണ്ടാ, അതൊക്കെ അതിന്റെ പില്ലറുകളാണ്. അതായത് വിൻഡ്മില്ലിന്റെ പില്ലറുകളാണ്. അത് നല്ലൊരു ഏരിയ ഉണ്ട്. ഇതൊക്കെ ധാരാളം വിൻഡ്മില്ലുകളാണ് അതിലൊക്കെ. ഭഗവാനെ 6:10 6:10 നേരത്ത് ഞാനൊരു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വങ്കൈക്കുളം എന്ന് പറയുന്ന ഒരു ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടുണ്ട്. വങ്കൈക്കുളം ടോൾ പ്ലാസ. ലൈറ്റൊക്കെ ഇട്ടട മക്കളെ. ലൈറ്റ് നേരെ ഓടി ക്ഷീണിച്ചു. അതായത് ഇനി ഞാനിവിടെ എത്തിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ചായ ഒന്നുമില്ല. ലൈറ്റും പോയില്ലേ, ചായ ഒന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ആ ഒരു തൂത്തുക്കുടിയിലേക്ക് ഒരു 10-20 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഞാനിന്ന് ഇവിടെ കിടന്നിട്ട് രാവിലെ പോയിരുന്നു. ഇനിയിപ്പോൾ ഈ നേരത്തോട് പോയാൽ ഞാൻ 6 മണിക്ക് ഇവിടെ എത്തിയത്. 6:10 ഈ നേരത്തോട് പോയാൽ അവിടെ കിടക്കാൻ സ്ഥലമൊക്കെ കിട്ടൂല, ഉറപ്പല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പോകാത്തത്. എന്നാൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ നോക്കാം. ഞാനൊന്ന് കുളിക്കുകയൊക്കെ വേണം. ഇവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ടോളല്ലേ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം. സമയം 8 മണിയായിട്ടോ. ഇവിടെ കുറേ ആളുകൾ വന്ന് വണ്ടി ഇറങ്ങുന്നു, അവരുടെ വണ്ടികൾ എടുത്ത് പോകുന്നു. അത്തരം കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഞാനങ്ങനെ കിടക്കാം എന്നാണ് കരുതുന്നത്. ബെഡൊക്കെ ഒന്ന് പൊടി തട്ടാനുണ്ട്. ലാപ്ടോപ്പ് ചാർജിങ്ങിൽ ഇട്ടേക്കുവാണ്. നമ്മൾ കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്തേക്ക് കയറുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ നാട്ടിലേക്ക് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അവിടെ കാര്യമായ രീതിയിൽ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും നമ്മൾ കയറുന്നുണ്ടാവില്ല. നമ്മൾക്ക് കേരളത്തിൽ കൂടെ കറങ്ങുമ്പോൾ ഫോറസ്റ്റ് ഏരിയ ഒരുപാടുണ്ട് നമുക്ക്, അല്ലേ. നല്ല വൈബാണ്. അപ്പോൾ അതിലൊന്നും നമ്മുടെ വണ്ടി വിടൂല. നമുക്ക് വിടുന്ന ഒരു വണ്ടിയായിട്ട് വരണം. അപ്പോഴാണ് നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് 1 മാസമാണ് മാറ്റി വെച്ചിരുന്നത്. ആ 1 മാസം അപ്പോഴേക്ക് ആവുകയും ചെയ്യും. ഏതാണ്ട് 1 മാസം ആവും. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ എന്ന് പറയാം.